ഹലോ കുട്ടികളെ, +2 കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒൺവേഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണും. നിങ്ങൾ എന്തായാലും ഒൺവേഡ് ക്വസ്റ്റ്യൻസ് നോക്കുന്നില്ല. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ഒൺവേഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒൺവേഡ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ നോക്കിയിട്ട് പോയി ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒൺവേഡ് കിട്ടും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒൺവേഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് മനസ്സിലാവും. സ്പീഡിൽ എടുക്കും കേട്ടോ. കാരണം ഒരു 10-60ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ 5 ക്വസ്റ്റ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും കാണാൻ ആൻസർ കൂടെ നേടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, എല്ലാവരും കാണാമല്ലോ. ലിക്വിഡ് മിക്സ്ചർ വിച്ച് ഡിസ്റ്റിൽഡ് വിത്തൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ അല്ലേ. ലിക്വിഡ് മിക്സർ അവൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ഇല്ലാതെ ഡിസ്റ്റിൽ ആകുന്ന അതിനെ പറഞ്ഞ പേരാണ് അസിയോട്രോപ്സ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, പിന്നെ ഏതുണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ദ സൊല്യൂഷൻ ഷോയിങ് എന്താണ്? ഡേഷ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലാ ഫ്രം എ മിക്സർ ഓഫ് ഏതാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഏത് ഡീവിയേഷനാണ് കാണിക്കുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഏത് ഡീവിയേഷനാണ് കാണിക്കുന്ന? പോസിറ്റീവ് ഡീവിയേഷൻ. പഠിച്ചു വയ്ക്കുക, അത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അടുത്ത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ മോളറ്റൈൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ അല്ലേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷനെയാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ആരെ ഡിപ്പെൻഡ് ചെയ്യും? മൊളാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓസ്മോട്ടിക് പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യും? മൊളാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം 4 പഠിച്ചു വയ്ക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ആരാ? മൊളാലിറ്റി. മൊളാലിറ്റി. അടുത്ത് ഓസ്മോട്ടിക് പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യും? മൊളാരിറ്റി. ഓക്കെ, അപ്പം നമ്മളിത് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ദ ഫാക്ടർ ഇൻട്രൂസ് കറക്റ്റ് അബ്നോർമൽ മോളാർ മാസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫാക്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കൂടാ? വാൻ ഹോഫ് ഫാക്ടർ എന്ന് വിളിക്കും അല്ലേ. നമ്മൾ എന്തെന്ന് വിളിക്കും? വാൻ ഹോഫ് ഫാക്ടർ എന്ന് വിളിക്കും അല്ലേ. അടുത്ത് അസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ <1, ഡിസോസിയേഷൻ ആണെങ്കിൽ <1 അല്ലേ. ആ രണ്ടും എപ്പോഴും പഠിച്ചു വെക്കേ. അടുത്ത NaClന്റെ വാൻ ഹോഫ് ഫാക്ടർ നമുക്കറിയാം. NaCl എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? Na+ഉം Cl- ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഐയുടെ വാല്യൂ എന്താണ്? പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്നാ. ഇവിടെ 1, ഇവിടെ ആരാ? 1 അപ്പോൾ പ്രോഡക്റ്റ് എത്ര? 2 മോൾ പ്രോഡക്റ്റ് ഉണ്ട് ബൈ 1 മോൾ റിയാക്ടന്റ്. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? 2. NaCl ഐയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. ക്ലിയർ ആണ്? സംശയം ഉണ്ടോ? അടുത്ത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് അഡീഷൻ ഓഫ് കോമൺ സാൾട്ട് വൈൽ ബോയിലിംഗ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുട്ട നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പിടുന്നത് എന്തിനാണ്? നിങ്ങൾ പറയും ടേസ്റ്റ് വരാനാണെന്നല്ലേ. ടേസ്റ്റ് വരാൻ ഉപ്പിടാം, പക്ഷെ അതിനല്ല. അവിടുത്തെ പ്രിൻസിപ്പൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അത് മുട്ട നമ്മൾ അവിടെ എന്താണ്? അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട് എന്ന് പറഞ്ഞാൽ നോൺ വോൾട്ടേജ് സോൾട്ടാണ്. അപ്പം എന്ത് ചെയ്യും? അവിടുത്തെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നേരം എന്ത് ചെയ്യും? ബോയിലാം. നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പം വാട്ടർ തിളയ്ക്കുന്ന ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. 100 ഡിഗ്രിയേക്കാളും ഒരു 100, 105, 110 ഡിഗ്രിയിലായിരിക്കും വാട്ടർ തിളയ്ക്കുന്നത്. അപ്പം മുട്ട കുറച്ചും കൂടെ പെട്ടെന്ന് വേഗം. കുറച്ചും കൂടെ പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടെ ടെമ്പറേച്ചർ അവിടെ കൂടും. നെക്സ്റ്റ് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി അഡിഷൻ ഓഫ് കോമൺ സാൾട്ട് ടു ഡി ഐസിങ് ഇറ്റ് ഇൻ കോൾഡ് കൺട്രി? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തണുപ്പ് സമയം നമ്മൾ ജമ്മു കാശ്മീരിലൊക്കെ തണുപ്പ് വരത്തില്ലേ. അപ്പോൾ റോഡിലൊക്കെ നല്ല മഞ്ഞടിഞ്ഞു കൂടും. അപ്പോൾ ഈ മഞ്ഞടിഞ്ഞു കൂടുമ്പോൾ മഞ്ഞിനെ ഉരുക്കി കളയാൻ വേണ്ടി നമ്മൾ അതിൽ സോൾട്ട് ഉപ്പാട് ചെയ്യുമ്പോൾ മഞ്ഞ് അങ്ങ് ഉരുക്കിപ്പോവും. അതാണ് ഡി ഐസിങ് ഏജന്റ് എന്ന് പറയും. അതിൻ്റെ പ്രിൻസിപ്പിൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അവിടുത്തെ പ്രിൻസിപ്പിൾ ആരാ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ആ 2 പ്രിൻസിപ്പിൾ ആലോചിച്ച് വയ്ക്കുക. നമ്മൾ മുട്ട അവിക്കുമ്പോൾ ഓക്കെ, ഉപ്പ് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മറ്റേ മുട്ടയുടെ വേറെ കേസ് നിങ്ങൾ ഓസ്മോസിസ് പഠിക്കുക. അതല്ല, മുട്ട അവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് അവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ പ്രിൻസിപ്പൽ എലിവേഷനും ബോയിലിംഗ് പോയിന്റ്. നമ്മൾ മഞ്ഞ് കാലങ്ങളിൽ ഈ റോഡിലൊക്കെ കട്ടപിടിച്ചെടുക്കുന്ന മഞ്ഞ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രിൻസിപ്പിൾ ഏതാണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഈ 2 കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു കളർ എടുക്കാം. ഓക്കെ, ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡ്രൈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ അറൗണ്ട് 1.5 വോൾട്ട് ആണ്. അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. പ്രൈമറി സെൽ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഹിയറിംഗ് എയ്ഡ് ഏതെങ്കിലും എക്സാമ്പിൾ തന്നിട്ട് അവിടെ യൂസ് ചെയ്യുന്ന സെല്ല് മെർക്കുറി സെല്ലാണ്. ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെർക്കുറി സെല്ലാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സെല്ലാണ്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ സെല്ലാണ്. ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്. ഇത് വേണമെങ്കിൽ ചോദിക്കാം. സൈമൻസ്. SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൈമൻസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ദ സെൽ യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഞാൻ പറഞ്ഞത് അപ്പോളോ സ്പേസ് പ്രോഗ്രാം ഉണ്ട്. യൂസ് ചെയ്യുന്ന സെൽ ഏതാണ്? ഫ്യൂവൽ സെൽ. ക്ലിയർ? അടുത്തത് നോക്കിയേ. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗിബ്സ് എനർജി ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത് വേണമെങ്കിൽ ഇത് മെയിൻ എക്സാമിനേഷൻ വേണം ചോദിക്കാം. ∆G0 = -NF E0 സെൽ കേട്ടോ. -NF E0 സെൽ.
ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം കേട്ടോ. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് NF E0 സെൽ ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് കൂടിയോടാ കുഴപ്പമില്ലല്ലോ, മാക്സിമം ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാനാണേ. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി കേട്ടോ. നെക്സ്റ്റ്, ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇത് ആണെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാ നേച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീക്കെ നടക്കുകയാണെങ്കിൽ അവിടെയുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ദ ഓർഡർ ഓഫ് എന്നാൽ ആൾ നേച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്ന് പറഞ്ഞാൽ ഏത് ഓർഡർ ആയിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മോളിക്കുലാരിറ്റി? ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി. റിയാക്ഷൻ വന്നിട്ട് മോളിക്കുലാരിറ്റി ചോദിച്ചാൽ ഒന്നുമില്ലടാ, എത്ര റിയാക്ടന്റ് മോൾസ് ഇവിടെ ഒന്നല്ലേ, അപ്പൊ 2 + 1 എത്ര? 3. മോളിക്കുലാരിറ്റി എത്ര? 3. എത്ര റിയാക്ടന്റ് മോളിക്യൂൾസ് ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് മോളിക്കുലാരിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡി ആൻഡ് എഫ് ഒക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് മെറ്റൽ ആർ പ്രസന്റ് ഇൻ ബ്രാസ്? ബ്രാസിലുള്ള മെറ്റൽ ആരാണ്? കോപ്പറും സിങ്കും നോക്കി വെക്കുക കേട്ടോ. അടുത്ത് ബ്രോൺസിലെ മെറ്റൽ ആരൊക്കെയാണ്? കോപ്പറും ടിന്നും നോക്കി വെക്കണേ. അടുത്ത് ദ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ അറ്റോമിക് സൈസ് ഫ്രം ലെന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആൾക്കാരുടെ അറ്റോമിക് സൈസ് കുറയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, അത് എല്ലാവർക്കും അറിയാം അല്ലേ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്. ലാന്തനൈഡിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതെന്ന് ചോദിക്കും. ഏതാണ്? +3 ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത വീണ്ടും, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് സെയിം അറ്റോമിക് സൈസ്. സിർക്കോണത്തിന്റെ ഹാഫ്നിയത്തിന്റെ അറ്റോമിക് സൈസ് സെയിം ആകാൻ കാരണം ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ. പഠിച്ചു വെക്കുക, ചോദിക്കും. ഇത് 2 മാർക്കിന് ചോദിക്കും കേട്ടോ. അക്കൗണ്ട് ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എഴുതി കൊടുത്താൽ മതി. അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് സിർക്കോണിയം, ഹാഫ്നിയം തുടങ്ങിയ എലമെന്റ്സുകളുടെ അറ്റോമിക് റേഡിയസ് സെയിം ആകുന്നത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണമാണ്. ഇനി ഇത് ചോദിക്കും കേട്ടോ. അലോയ് ഓഫ് ലാന്തനൈഡ്. ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു 95% ലാന്തനൈഡും ബാക്കി അയൺ, കാർബൺ, സൾഫർ അങ്ങനെ കുറെ ആൾക്കാരും കൂടെ ചേർന്ന ഒരു അലോയ് ഉണ്ട്. ഓക്കെ, ആ അലോയെ വിളിക്കുന്ന പേരാണ് മിഷ് മെറ്റൽ. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ്, ലാന്തനൈഡ് നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കളറിന് കാരണം DD ട്രാൻസിഷൻ. ഡിയിലുള്ള ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡി അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലാന്തനൈഡും ഉണ്ട് ആക്ടിനൈഡും ഉണ്ട്. അവന്മാരെ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം FF ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എഫ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും, ജമ്പ് ചെയ്യും. അതുകൊണ്ടാണ് ആര് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സംശയമൊന്നുമില്ലോ. ഇപ്പോൾ ചാടിക്കേറി ഈ ക്വസ്റ്റ്യനിലെ എക്സാമിലെ ക്വസ്റ്റ്യൻ ലാന്തനൈഡ് ആൻഡ് ആക്ടിൻ ആർ കളർ പ്രൊഡ്യൂസ് ഡ്യൂ ടു ചാടിക്കേറി എഴുതരുത്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ ഒന്നും എഴുതി കളയില്ല കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരടാ? നെയിം 2. 2 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന 2 ലാന്തനൈഡ് പേര് ഒന്ന് പഠിച്ചു വെക്കട്ടോ. യൂറോപ്പിയോ, ഇറ്റീബിയോ ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും നോക്കി വയ്ക്കാം. പക്ഷേ ഇത് ചോദിക്കും. നെയിം 1 ലാന്തനൈഡ് എക്സിബിറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ലാന്തനൈഡിന്റെ പേര് സീറിയം. സിറിയം നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ഇത് അഫ്കോഴ്സ് ചോദിക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ചോദിച്ചല്ലേ ഒരു മാർക്കിന് എന്തോ നിങ്ങൾക്കാണോ +1 മോഡലിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ 1 മാർക്കിന് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താമെന്നു. നിങ്ങൾക്കാണോ +1 ഞാൻ മറന്നേ. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാം കേട്ടോ, ഒരു മാർക്കിന് ചോദിക്കാം. പിന്നെ ഇത് ചോദിക്കും, ട്രാൻസിഷൻ എലമെന്റ്സ് ഫോം അലോയ്സ് ഈസിലി. ട്രാൻസിഷൻ എലമെന്റ്സ് എന്തുകൊണ്ടാണ് ഒരുപാട് അലോയ്സ് ഫോം ചെയ്യുന്നത്? ഒരു ഓൺലി റീസൺ നിയർലി സെയിം അറ്റോമിക് സൈസ്, അല്ലെങ്കിൽ നമ്മുടെ അറ്റോമിക് സൈസ് ചെറുതാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിയർലി സെയിം അല്ലെങ്കിൽ ചെറിയ അറ്റോമിക് സൈസ് ഉള്ളതുകൊണ്ടാണ് അവന്മാർ അലോയ്സ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഇസ് കോൾഡ് ബ്ലൂ വിട്രോൾ. അതൊക്കെ കൊച്ചു ക്ലാസ്സിലെ പഠിക്കാം. ബ്ലൂ വിട്രോൾ CuSO4 ഇതിനെ പറഞ്ഞ പേരാണ് കോപ്പർ സൾഫേറ്റ്. അതിൽ 5H2O വാട്ടറും കൂടെ ചേരുമ്പോൾ ഈ കോപ്പർ സൾഫേറ്റിന് കളറില്ല, വാട്ടറും കൂടെ വരുമ്പോൾ അതെന്താ ഏത് കളറായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. അതുകൊണ്ട് അവനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ വിട്രോൾ. അപ്പോൾ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് CuSO4 5H2O എന്നെ വിളിക്കുന്ന പേരാണ് ബ്ലൂ വിട്രോൾ. മനസ്സിലായോ എൻ്റെ പിള്ളേർക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലാന്തനൈഡ് കോൺട്രാക്ഷൻ. കാരണം ഈ ലാന്തനൈഡിന്റെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് പോലെ തന്നെ ആക്ടിനൈഡിനും കോൺട്രാക്ഷൻ സംഭവിക്കും. പക്ഷേ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ലാന്തനൈഡ് കോൺട്രാക്ഷനേക്കാളും വലുതാണ്. എന്തുകൊണ്ട്? കാരണം ആക്ടിനൈഡ് കോൺട്രാക്ഷൻ നടക്കുന്ന എഫ് ഓർബിറ്റൽ, എഫ് സബ്ഷെല്ലിന്റെ പൂവർ ഷീൽഡിംഗ് കാരണമാണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ നടക്കുന്നത് എഫ് സബ്ഷെല്ലിന്റെ പൂവർ എന്ന് പറഞ്ഞാൽ 4F സബ്ഷെല്ലിന്റെ പൂവർ ഷീൽഡിംഗ് കാരണമാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ നടക്കുന്നത്. 5F സബ്ഷെല്ലിന്റെ പൂവർ ഷീൽഡിംഗ് കാരണമാണ് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇതില് 5F ഓർബിറ്റിന്റെ
പുവർ ഷീൽഡിംഗ് ആണ്. 4F ഓർബിറ്റലിന്റെ പുവർ ഷീൽഡിനേക്കാളും പുവർ, 4Fനേക്കാളും ഭയങ്കര പുവർ ഷീൽഡിംഗ് ആണ് 5Fന്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആക്നേഡ് കോൺട്രാക്ഷൻ കൂടാൻ കാരണം. ഇനി ആൻസർ നോക്കിയാൽ ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഏതാണ് 5F ഇലക്ട്രോൺ. 5F ഇലക്ട്രോണിന്റെ പുവർ ഷീൽഡിംഗ് കാരണം, 4Fന്റെ പുവർ ഷീൽഡിംഗ് കാരണമാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ നടക്കുന്നത്. 5Fലുള്ള ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് കാരണമാണ് ആക്നൈഡ് കോൺട്രാക്ഷൻ നടക്കുന്നത്. 4Fനേക്കാളും പുവർ ഷീൽഡിംഗ് ആണ് 5Fലെ ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ആക്നൈഡ് കോൺട്രാക്ഷൻ കൂടാൻ കാരണം. മനസ്സിലായോ? ക്ലിയർ ആണേ കുട്ടികളെ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പക്ക ഓക്കെ അല്ലേ? ഒരു നീല കളർ നമുക്ക് എഴുതാം കുറച്ച് നേരം. ഓക്കെ, നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Primary valency of central metal ion correspond to oxidation state while secondary valency correspond to coordination number. ഇത് എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കുക. ഇത് ഈ വർഷത്തെ എക്സാമിന് ചോദിക്കും. ഒന്നുകിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ടെങ്കിലും ചോദിക്കും. നമ്മൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് അതിൽ പ്രൈമറി വാലൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ഇനി അതിൻ്റെ സെക്കൻഡറി വാലൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സിംപിളി കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ലിഗാൻഡ്സ് ഉണ്ട്, എത്ര ലിഗാൻഡ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റും സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പറുമാണ്. പഠിച്ചു വയ്ക്കുക, അത് ഒരു മാർക്കിന് ചോദിക്കാം. നോക്ക്, how many ions are produced by the complex Cl3 in the solution? ഈ കോംപ്ലക്സ് നിങ്ങൾ സൊല്യൂഷനിൽ നിങ്ങൾ ടിപ്പ് ചെയ്യുമ്പോൾ എത്ര അയോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാ? ആൻസർ 4. അതെങ്ങനെയാ 4 കിട്ടിയ കുട്ടികളെ? ഇത് അയോണായിട്ട് മാറും. ഈ കോംപ്ലക്സ് ഒരു അയോൺ ഒരു പാർട്ടായിട്ട് മാറും. CONH3 6 ടൈംസ് ഒരു 3+ എന്ന് അയോൺ ആവും. പിന്നെ Cl- 3 Cl - 1 ആയിട്ട് മാറും. ഇതും അയോണായിട്ട് മാറും. പിന്നെ Cl 3 Cl അയോണായിട്ട് മാറും. ഇതിൻ്റെ അകത്തുള്ള ലിഗാണ്ട് ഒന്ന് അയോണായിട്ട് മാറും. ഈ കോംപ്ലക്സ് എന്തായിട്ട് മാറും? ഒരു പാർട്ട് അയോണായിട്ട് മാറും. ഈ Cl3 എത്ര അയോണായിട്ട് മാറും? 3 ക്ലോറിൻ അയോണായിട്ട് മാറും. അപ്പോൾ ടോട്ടൽ എത്ര അയോൺ ഉണ്ട്? 4 അയോൺ ഉണ്ട്. ടോട്ടൽ എത്ര അയോൺസാ? 4. വാട്ടറിൽ സോലുബിൾ ആകുന്നില്ല, ലിഗാണ്ടിനൊന്നും ഇതിൻ്റെ അകത്ത് ഇവരൊന്നും അയോണായിട്ട് മാറത്തില്ല. ഈ കോംപ്ലക്സ് ഒരു അയോണായിട്ട് മാറും. ഇങ്ങനെ CONH3 6 ടൈംസ് 3+ പ്ലസ് 3 Cl- ആയിട്ട് മാറും. ഈ 3+ സിയുടെ ചാർജ് ആണ് കേട്ടോ. അത് പിന്നെ 3 ക്ലോറിൻ, ഈ ഇത്രയും അയോൺസ് ആയിട്ട് മാറും. അപ്പൊ ടോട്ടൽ അയോൺ എത്രയാണ്? 4. ക്ലിയർ ആണേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? പക്ക ഓക്കെ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണോഡെൻഡൽ ലിഗാണ്ട് ദാറ്റ് ഹാവ് 2 ഡോണർ ആറ്റം വിളിക്കുന്ന പേര് ആംബിഡെൻഡന്റ് ലിഗാണ്ട്. അല്ലെ NC എക്സാമ്പിൾ ആരാ? എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിനെ ആംബിഡെൻഡന്റ് എക്സാമ്പിൾ ആരാ? ONO NO2 പിന്നെ SCN NCS ഒക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? ആംബിഡെൻഡന്റ്. എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഈ ആംബിഡെൻഡൽ ലിഗാണ്ടിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കീലറ്റിക് ലിഗാണ്ടിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. ക്ലിയർ ആണ്? നെക്സ്റ്റ്, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് പോളിഡെൻഡൽ ലിഗാണ്ട് EDTA ആണ് എന്ന് പറഞ്ഞാൽ പോളിഡെൻഡൽ ലിഗാണ്ട്. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 6 ആണ്. ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞു തന്നു. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. എന്താണ് ഡെൻസിറ്റി ഓഫ് EDTA? എത്ര ഡോണർ ഗ്രൂപ്പ് ഉണ്ട്? ഡൊണേറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 പേരുണ്ട്. അപ്പോൾ EDTയുടെ ഡെൻസിറ്റി എത്രയാണ്? 6 ആണ്. പഠിച്ചു വെക്കാം. ഫുൾ ഫോം ഓഫ് EDTA എത്തിലീൻ ഡയമീൻ ടെട്രാസിറ്റേറ്റ്. എൻ്റെ പിള്ളേർക്ക് എല്ലാവർക്കും അതറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? നെയിം ദ പോയിസണസ് ഗ്യാസ് ഫോംഡ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫോം ബൈ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ആരാണ്? COCl2 വിളിക്കുന്ന പേര് ഫോസ്ഗീൻ. ക്ലോറോഫോം സൺലൈറ്റിന്റെ പ്രസൻസിൽ എയർ മാറ്റി റിയാക്ട് ചെയ്താൽ അല്ലെങ്കിൽ എയറിൽ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന ഗ്യാസ് ആണ് ഫോസ്ഗീൻ. ക്ലോറോഫോം എന്ന് പറയുന്നത് പോയിസൺ അല്ല. പക്ഷെ ക്ലോറോഫോം എയറിൽ തുറന്നു വെച്ചാൽ സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് അവന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ അവൻ ക്ലോറോഫോം CHCl3 എന്തായിട്ട് മാറും? ഫോസ്ഗീൻ എന്ന് പറഞ്ഞാൽ COCl2 എന്ന് പറയുന്ന ഒരു പോയിസണസ് ഗ്യാസ് ആയിട്ട് മാറും. അത് നമുക്ക് എന്താണ്? പോയിസണസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലോറിൻ കണ്ടെയ്നിങ് ആന്റിബയോട്ടിക് വിച്ച് ഈസ് എഫക്റ്റീവ് ഫോർ ടൈഫോയിഡ് ഫീവർ. അത് ക്ലോറാഫിനിക്കോൾ ആണ്. ഇപ്പം അത് ചോദിക്കുമെന്ന് അറിയത്തില്ല. പണ്ട് കാലങ്ങളിൽ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എൻവിറോൺമെന്റൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടേക്കാം കേട്ടോ. നെക്സ്റ്റ്, വേറൊരു കളർ എടുത്താലോ? ഇതെടുക്കാം, കുറച്ച് നേരം ഈ കളർ എടുക്കാം. ഓക്കെ,
ദ കെമിക്കൽ ടെസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ ഓർഗാനിക് ആണ്. ദ കെമിക്കൽ ടെസ്റ്റ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എൻ്റെ കുട്ടികളെ? ഏതാണ്? ലുക്കാസ് ടെസ്റ്റ്. ഏതാണ്? ലുക്കാസ് ടെസ്റ്റ്. അപ്പൊ ആരാ ലുക്കാസ് റിയേജന്റ്? ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും കോൺസെൻട്രേറ്റ് HCl മിക്സറിനെ വിളിക്കുന്ന പേരാണ് ലുക്കാസ് റിയേജന്റ്. ആരുടെ? വുഡ് സ്പിരിറ്റ്. വേറെ ഒന്നുമില്ല, മെത്തനോളിനെ പറഞ്ഞ പേരാണ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് ഈസ് ഡാഷ്. ആരാണ്? മെത്തനോൾ. CH3OH വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്. അപ്പൊ ഗ്രിഗ്നാ റിയേജന്റ് കുട്ടികൾക്ക് അറിയാലോ. അൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാ റിയേജന്റ്. അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ ഇവൻ ചോദിക്കും. ഫിനോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ആര്? പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2,4,6 ട്രൈനൈട്രോഫിനോൾ. ഇതാണ് പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫീനോൾ കാണും, ബെൻസീനിൽ OH കാണും, 2ലും 4ലും 6ലും ആര് കാണും? NO2 കാണും. ഇതിനെ പറയുന്ന പേരാണ് പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്ന് പറയും. ക്ലിയർ ആണേ? സംശയമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്ടാ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എടാ. നമ്മളെ ഫീനോളിനെ നിങ്ങൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫീനോളിനെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനെ ഡയറക്റ്റ് ബെൻസീൻ കിട്ടും. +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കൺവെർട്ട് ഫീനോൾ ടു ബെൻസിൻ. വേറെ പല മെത്തേഡും ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഫീനോളിനെ ബെൻസിനാക്കി മാറ്റാൻ വേണ്ടി ആര് വേണ്ടി ട്രീറ്റ് ചെയ്താൽ മതി? സിങ്ക് ഡസ്റ്റ്. അപ്പോൾ ഫീനോളിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്നത് ആരാണ്? ബെൻസീൻ. ഇത് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ചിലപ്പോൾ എക്സാമിന് ഈ വർഷം ചോദിക്കാം കേട്ടോ. അസ്പിരിൻ്റെ കെമിക്കൽ നെയിം ആരാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. നോക്കി വയ്ക്കാം. അസറ്റൈൽ സാലിസിലിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് അസ്പിരിൻ. വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അസ്പിരിൻ്റെ കെമിക്കൽ നെയിം ആരാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടില്ലേ. ആൽക്കഹോൾ റിയാക്ട് വിത്ത്, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് കിട്ടും. അതിനെ നിങ്ങളും നമ്മളും നാട്ടുകാരും വിളിക്കുന്ന പേരാണ് എസ്റ്റേഴ്സ്. അവിടെ കിട്ടിയ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. അതെല്ലാവർക്കും അറിയാം അല്ലേ? നെക്സ്റ്റ് പെട്ടെന്ന് തിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി സ്പീഡിൽ നിൽക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ റോസമ്മൺസ് റിഡക്ഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും കേട്ടോ. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ്. ഓരോ ആൾക്കാരുടെയും കാറ്റലിസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ആരാണ്? ബേരിയം സൾഫേറ്റ്. നെക്സ്റ്റ് ഡൈബാൾ Hന്റെ ഫുൾ ഫോം എന്താണ്? ഡൈ ഐസോബ്യൂട്ടൽ അലുമിനിയം ഹൈഡ്രൈഡ്. അത് നിങ്ങൾക്ക് അറിയാം, ഒക്കെ നിങ്ങൾ എഴുതും. നെക്സ്റ്റ് ടൊളുവിന് ബെൻസാൾഡിഹൈഡ് കൺവേർട്ടഡ്. ടൊളുവിൻ ഈസ് കൺവേർട്ടഡ് ബൈ ബെൻസാൾഡിഹൈഡ്. ഏത് റിയാക്ഷനാണ്? ഇറ്റാർഡ്സ് റിയാക്ഷൻ. യൂസിങ് എന്താണ്? ക്രോമൈക്ലോറൈഡ്. വേറെ റിയാക്ഷൻസ് ഉണ്ട്, ഒരു റിയാക്ഷൻ എഴുതി കൊടുക്കാം. അടുത്ത ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഓർമ്മ ഉണ്ടോ? നമ്മൾ ആരെയാണ്? ബെൻസീനെ കാർബൺ മോണോക്സൈഡും HCl മാറ്റി ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആര് കിട്ടും? ബെൻസീൻ റിങ്ങിൽ CHO കിട്ടും. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ചിക്കൊണ്ടിരിക്കുന്ന റിയാക്ഷൻ. ഗട്ടർമാൻ്റെ കൊച്ചിൻ്റെ റിയാക്ഷൻ അങ്ങനെ നല്ല ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് വിളിക്കും. ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും. ഇത് 1 വേർഡ് മാത്രമല്ല, ത്രൂ ഔട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഇനി ആൽഡിഹൈഡ് പ്ലസ് HCl സൈനോഹൈഡ്രിൻ കിട്ടും. അത് വിട്ടേ, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിക്കാത്ത കുട്ടികൾ വിട്ടേക്കും. ഓക്കെ, നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം ദ റിയേജന്റ് യൂസ്ഡ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് അവിടെ അമോണിയം ഡെറിവേറ്റീവ്യുടെ റിയാക്ടൻസ് എന്നൊക്കെ പറഞ്ഞാലുണ്ട്. നിങ്ങൾ പഠിച്ചു കാണത്തില്ല, പക്ഷേ ഈ ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഇത് പഠിച്ചു കാണുള്ളൂ. എങ്കിലും നിങ്ങളിത് കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. NaHSO3. ഓക്കെ, ആരാണ്? NaHSO3 എന്ന് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്. ഓക്കെ, ആൽഡിഹൈഡിനെ കീറ്റോണിനെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറഞ്ഞ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കും. നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ബോഷ് റിയേജന്റ് ടെക്സ്റ്റിൽ ഒരു ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയാം. 2,4,6 എന്താണ്? ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രാസിൻ. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ അവിടെ ഉണ്ടാകുന്നു. അയാളെ വിളിക്കുന്ന പേരാണ് ബോഷ് റിയേജന്റ്. ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. CBSEക്കൊക്കെ ചോദിക്കുന്നതാണ്. ടെക്സ്റ്റിലുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ടഫാക്കിയാൽ ചോദിക്കാം, ജസ്റ്റ് ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് റൈറ്റ്. ഇത് എക്സാമിന് ചോദിക്കും. പ്രൊപ്പനാളും പ്രൊപ്പനോണും എന്ന് പറഞ്ഞാൽ, പ്രൊപ്പനാൾ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ കീറ്റോൺ. ആൽഡിഹൈഡും കീറ്റോണും തിരിച്ചറിയുന്ന ടെസ്റ്റ്. ഫെലിങ്സ് ടെസ്റ്റ് എഴുതാം, ടോളറൻസ് ടെസ്റ്റ് എഴുതാം, എന്ത് വേണം എഴുതിക്കോ. നെക്സ്റ്റ് ആരാണ് ടോളറൻസ് റിയേജന്റ്? അമോണിക്കൽ സിൽവർ നൈട്രേറ്റിനെ പറയുന്ന പേരാണ് ടോളറൻസ് റിയേജന്റ്. ആരാണ് ഫെലിങ്സ് റിയേജന്റ് ചോദിക്കാം. ഫെലിങ്സ് സൊല്യൂഷൻ എയും ഫെലിങ്സ് സൊല്യൂഷൻ ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഫെലിങ്സ് സൊല്യൂഷൻ കിട്ടുന്നത്. അതൊക്കെ ചോദിക്കാം, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ടോളറൻസ് റിയേജന്റ് ആരാ? അമോണിക്കൽ സിൽവർ നൈട്രേറ്റിനെ വിളിക്കുന്ന പേരാണ് ടോളറൻസ് റിയേജന്റ്. നെക്സ്റ്റ് നമ്മൾ ബയോമോളിക്കൂളിലോട്ട് ചാടിയേ. അതിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബയോമോളിക്കൂള് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കനോട്ട് ബി ഹൈഡ്രോളിസ്ഡ് ഇൻടു
സിമ്പിൾ മോളിക്കുലർ ഫോംസ് ആർ കോൾഡ് മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ അവന്മാരെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇനി ഫർദർ ആയിട്ട് ഹൈഡ്രോളിസ് ചെയ്യാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റ്സിനെ പറയുന്ന പേരാണ് മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. നമ്മൾ സുക്രോസിനെ ഹൈഡ്രോളിസ് ചെയ്യുമ്പോഴാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും മോണോസാക്കറൈഡ് എക്സാമ്പിളാണ്. കാരണം ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും കാർബോഹൈഡ്രേറ്റ് ആണ്, ഇവന്മാരെ ഫർദർ ആയിട്ട് നമുക്ക് ഇനി ഹൈഡ്രോളിസ് ചെയ്യാൻ പറ്റില്ല. അടുത്തേതാണ്ട് രണ്ട് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ 2 to 10 വരെയുള്ള മോണോസാക്കറൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവന്മാരെ ഒലിഗോസാക്കറൈഡ്. നിങ്ങൾ മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ് പഠിച്ചിട്ട് പോകണം കേട്ടോ. എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. ആ ഒലിഗോസാക്കറിന്റെ എക്സാമ്പിൾ സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. കാർബോഹൈഡ്രേറ്റ് വിച്ച് ഓൺ ഹൈഡ്രോളിസ് ഗീവ് എ ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് ആർ കോൾഡ് പോളിസാക്കറൈഡ്. പോളിസാക്കറിന്റെ എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെയാണ്. ഇത്രയും പഠിച്ചു വെച്ചാൽ തന്നെ മോണോസാക്കറൈഡും ഡൈസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡും പോളിസാക്കറൈഡ് ഒക്കെ ആവും. ഈ എക്സാമ്പിളുകൾ എൻ്റെ കുട്ടികൾ നോക്കി വയ്ക്കുക, നാളെ എക്സാമിന് ചോദിക്കും. മോണോസാക്കറിന്റെ എക്സാമ്പിൾ, ഒലിഗോസാക്കറൈഡിന്റെ എക്സാമ്പിൾ, പിന്നെന്താണ് പോളിസാക്കറിന്റെ എക്സാമ്പിൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെന്താണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ദ ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ത്രൂ എ ഓക്സിജൻ ആറ്റം ഇസ് കോൾഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഓക്സിജൻ ആറ്റം വഴി ഒരു ലിങ്കേജ് ഉണ്ട്, അതിനെ പറഞ്ഞ പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി സ്റ്റാർച്ച് ഇസ് എ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ് സ്റ്റാർച്ച്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ സൊല്യൂബിൾ കമ്പോണന്റ് ഓഫ് സ്റ്റാർച്ച്. നമുക്കറിയാം സ്റ്റാർച്ചിൽ അമിലോസും ഉണ്ട്, അമിലോ പെക്റ്റിനും ഉണ്ട്. അതിൽ സ്റ്റാർച്ചിന്റെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കമ്പോണന്റ് വിളിക്കുന്ന പേരാണ് അമിലോസ്. സ്റ്റാർച്ചിലെ വാട്ടർ സോലുബിൾ കമ്പോണന്റ് വിളിക്കുന്ന പേരാണ് അമിലോസ്. പറഞ്ഞ് പഠിക്കുക, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നെക്സ്റ്റ്, വാട്ടറിൽ സോലുബിൾ ആകാത്ത സ്റ്റാർച്ചിന്റെ കമ്പോണന്റ് വിളിക്കുന്ന പേരാണ് അമിലോ പെക്റ്റിൻ. സ്റ്റാർച്ചിലെ രണ്ട് കമ്പോണന്റ് അമിലോസും അമിലോ പെക്റ്റിനും. അമിലോസ് വാട്ടറിൽ സോലുബിൾ ആകും, അമിലോ പെക്റ്റിൻ വാട്ടറിൽ സോലുബിൾ ആകില്ല. പറഞ്ഞ് പടി. ഡാഷ് ഇസ് എ ലീനിയർ പോളിമർ ഓഫ് ബീറ്റാ ഗ്ലൂക്കോസ്. ബീറ്റാ ഗ്ലൂക്കോസിന്റെ ലീനിയർ പോളിമർ ആണ് സെല്ലോസ്. ആൽഫ ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ് ആര്? സ്റ്റാർച്ച്. ബീറ്റാ ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ് സെല്ലുലോസ്. ഇത് രണ്ടും പഠിക്കണം. ആൽഫ ഗ്ലൂക്കോസിന്റെ പോളിമർ സ്റ്റാർച്ച്, ബീറ്റാ ഗ്ലൂക്കോസിന്റെ പോളിമർ സെല്ലുലോസ്. ആരാണ് അനിമൽ സ്റ്റാർച്ച്? ഗ്ലൈക്കോജൻ ഈസ് നോൺ ആസ് അനിമൽ സ്റ്റാർച്ച്. അനിമൽസ് അവരുടെ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന, നമ്മൾ ഫോർ എക്സാമ്പിൾ ജാക്ക് ഫ്രൂട്ട്, നമ്മൾ പ്ലാവ് ചക്കയായിട്ടാണ് അവന്മാരെ എന്താണ് പ്രോട്ടീനൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ മാവാണെങ്കിൽ മാങ്ങയായിട്ട്. അതേപോലെ അനിമൽ സ്റ്റാർച്ച് ആയിട്ടാണ് അവന്മാരെ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നത്. ആ അനിമൽ സ്റ്റാർച്ചിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോജൻ. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡാഷ് ഇസ് നോൺ ആസ് അനിമൽ സ്റ്റാർച്ച്. ആരാണ്? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജനെ പറയുന്ന പേരാണ് അനിമൽ സ്റ്റാർച്ച്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കണേ. നെക്സ്റ്റ് അതിന് ഡാഷ് ഇസ് നോൺ ആസ് അനിമൽ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ. പ്രോട്ടീൻ ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡിന്റെ പോളിമറിനെ പറയുന്ന പേരാണ് പ്രോട്ടീൻ. ഇൻ പ്രോട്ടീൻ അമിനോ ആസിഡ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഈ ബോണ്ട് നോക്കി വയ്ക്കുക. പ്രോട്ടീൻ്റെ അകത്തുള്ള ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജും പെപ്റ്റൈഡ് ബോണ്ടും പഠിച്ചിട്ട് തന്നെ പോകണം. വിച്ച് ആർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഫാറ്റിൽ സോലുബിൾ ആകുന്ന വൈറ്റമിൻസ് ആരൊക്കെയാണ്? ADEK. വാട്ടറിൽ സോലുബിൾ ആകുന്ന വൈറ്റമിൻസ് ആരാണ്? വൈറ്റമിൻ ബിയും സിയും. അത് വരുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. വൈറ്റമിൻ ബിയും സിയും നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫുഡിൽ കൂടെ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട്? ബിക്കോസ് വൈറ്റമിൻ ബിയും സിയും വാട്ടറിലാണ് സോലുബിൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ യൂറിനിൽ കൂടെ അത് പുറത്തു പോകും. അപ്പോൾ ബോഡിയിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യും? വൈറ്റമിൻ ബിയും സിയും ലോസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ ബിയും സിയും എപ്പോഴും നമ്മൾ ഫുഡിൽ കൂടെ ഡെയിലി ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വാട്ടറിലാണ് അവന്മാർ സോലുബിൾ ആകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്ത് പുറത്തു പോകും, യൂറിനിൽ കൂടെ പുറത്തു പോകും. അപ്പം വൈറ്റമിൻ ബിയും സിയും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ കൂടെ. ഇത് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിയസൈഡിൽ ഒരു നൈട്രജൻ ബേസും കാണും, ഒരു പെൻറ്റോസ് ഷുഗറും കാണും. ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അറിയാം. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കുട്ടികൾക്ക് അറിയത്തില്ല, ഇതും കാണാൻ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സമയമില്ല. നെക്സ്റ്റ്, കോമ്പോസിഷൻ. ഈ രണ്ടും ഇമ്പോർട്ടൻ്റ്. ന്യൂക്ലിയോസൈഡ് ഇമ്പോർട്ടൻ്റ്, ന്യൂക്ലിയോടൈഡും ഇമ്പോർട്ടൻ്റ്. രണ്ടും പഠിച്ചു വയ്ക്കുക. ന്യൂക്ലിയോടൈഡിൽ നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ ആൻഡ് ഫോസ്ഫോറിക് ആസിഡും കൂടെ കാണും, നോക്കി വയ്ക്കുക. ഡാഷ് ആർ കോൾഡ് പോളിന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിക് ആസിഡിനെ പറയുന്ന പേരാണ് പോളിന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സ് പരസ്പരം ചേരുമ്പോൾ കിട്ടുന്നതാണ് ന്യൂക്ലിക് ആസിഡ്. നെക്സ്റ്റ്, പ്രോട്ടീൻ പ്രസന്റ് ഇൻ ഹെയർ. ഹെയറിലുള്ള പ്രോട്ടീനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് കെരാറ്റിൻ. ഓർത്തിരിക്കട്ടെ, എക്സാമിന് ചോദിക്കും. നമ്മളെ ഹെയറിലുള്ള പ്രോട്ടീനെ പറയുന്ന പേരാണ് കെരാറ്റിൻ. ഹെയറിലുള്ള പ്രോട്ടീനെ പറയുന്ന പേരാണ് കെരാറ്റിൻ. അങ്ങനെ
ഓൾമോസ്റ്റ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നു. നിങ്ങൾ ബാക്കി വൺ വേർഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉണ്ടെങ്കിൽ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ വൺ വേർഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ബാക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും. അറ്റ്ലീസ്റ്റ് ഇത്രയും ക്വസ്റ്റനെങ്കിലും വൺ വേർഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് വീഡിയോ ഉള്ളൂ, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഇതിൽ തന്നെ കിട്ടും. നാളെ പോണ വഴിക്കാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾ ആ മനസ്സിലിരുന്നോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എക്സാം എല്ലാവർക്കും പഠിച്ച ക്വസ്റ്റൻ എല്ലാം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എക്സാം ഈസി ടഫ് എന്നല്ല, നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവുമല്ലോ ക്വസ്റ്റ്യൻ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എക്സാം ഈസി ആകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.